നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം ഊഞ്ഞേരി. അമ്മയുടെ സങ്കടം കൊണ്ട് പറയുന്ന ആളാ. നീ വിഷമിക്കല്ലേ? ഋഷിന്റെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് ക്രിസ്റ്റി പതിയെ പറഞ്ഞു. അവൻ മുഖം കുനിച്ചിരുന്ന് കരയുകയാണെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി. ഒന്നും പൂർണ്ണമായും നിന്റെ തെറ്റിലടാ ഋഷി. നിന്നിലേക്ക് കുത്തിയിറക്കിയിട്ട വിഷയത്തിന്റെ തീവ്രതയായിരുന്നു. ഹൃദയം അങ്ങനെയല്ലേ? നമ്മൾ എന്താണ് വിതക്കുന്നത് അതാണ് അവിടെ മുളച്ചു പൊന്തി പാകപ്പെടുന്നത്. വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികൾ കൊണ്ട് നീ ആ വിത്തുകൾക്ക് വളം കൂടി ഇട്ടുകൊടുത്തോടെ നിന്റെ പപ്പ പ്രതീക്ഷയിലും മികച്ച രീതിയിൽ ഇരട്ടി വേഗത്തിൽ തന്നെ അതങ്ങ് വളർന്ന് പാകമായി. അവന് നേരെ ഭക്ഷണം ഉരുട്ടി നീട്ടിക്കൊണ്ടാണ് ക്രിസ്റ്റി പറയുന്നത്. ഭക്ഷണം ഇറക്കാൻ കഴിയാത്ത വിധം ചങ്കിലൊരു ഭാരം തൂങ്ങിയിട്ടും ഒരു തുള്ളി പോലും ഇറങ്ങാതെ വീർപ്പ് മുട്ടിയിട്ടും ക്രിസ്റ്റി വാരി നീട്ടിയത് കൊണ്ട് മാത്രമാണ് ഋഷിൻ വാ തുറന്നത്. എന്നോട് നീ ചെയ്തൊന്നും ഞാൻ മനസ്സിൽ വെച്ച് നടന്നിട്ടില്ല. എനിക്കറിയായിരുന്നു നിന്നെ മുൻനിർത്തി എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന നിന്റെ പപ്പയാണെന്ന്. പക്ഷേ ക്രിസ്റ്റി പറഞ്ഞു നിർത്തിയതും ഋഷിൻ മുഖമുയർത്തി അവനെ നോക്കി. അപ്പോഴും ഋഷിന്റെ കണ്ണുകൾ നിറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഫൈസി, അവനോട് നീ ചെയ്ത് അതുമാത്രം എനിക്ക് മറക്കാൻ കഴിയില്ല. അവന്റെ വേദന എൻ്റെ കൂടിയാ. കാരണം അവൻ എനിക്ക് സൗഹൃദം മാത്രമല്ലടാ. ഈ ലോകത്തിൽ എന്ത് പേരിട്ട് വിളിച്ചാലാണ് ഞങ്ങളുടെ ബന്ധത്തിന് ചേർന്നൊരു വാക്കാവുന്നതെന്ന് എനിക്കറിയില്ല. ഫൈസിയോടുള്ള മുഴുവൻ സ്നേഹത്തിന്റെയും കനം തൂങ്ങിയ ക്രിസ്റ്റിയുടെ വാക്കുകൾ കഠിനമായ കുറ്റബോധം കൊണ്ട് ഋഷിന്റെ കഴുത്തൊടിഞ്ഞതുപോലെ മുഖം കുനിഞ്ഞു. ചെറുതും വലുതുമായ നിരവധി കേസുകൾ നിന്റെ പുറകിലുണ്ട്. ഞാൻ പറയാത്തന്നെ നിനക്കറിയാലോ. അതിൽ ഏറ്റവും വലുത് ഫൈസിയെ നീ കുത്തിയത് തന്നെയാവും. കമ്മീഷണർ റഷീദ് ഫൈസിയുടെ ഉമ്മാന്റെ കസിനാ. ആ കേസിൽ അവരെന്ത് തീരുമാനമെടുത്താലും എനിക്കൊന്നും ചെയ്യാനാവില്ല. നിനക്കെതിരെ ഒന്നും ചെയ്യരുതെന്ന് ഞാനെങ്ങനെ അവനോട് പറയും? ഗൗരവത്തോടെയാണ് ഇപ്രാവശ്യം ക്രിസ്റ്റി പറയുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഋഷിനൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നതാണ്. പറയുന്നതിനോടൊപ്പം തന്നെ ഋഷി നേരാവും ഭക്ഷണം വാരി നീട്ടി. പക്ഷേ നീ പേടിക്കണ്ട, നിന്നെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും. ജീവിതം മുഴുവൻ ജയിലറുകളിൽ നരകിച്ചു തീരാൻ നിന്നെ എനിക്കങ്ങനെ വിട്ടുകൊടുക്കാനാവൂടാ ഋഷി. എൻ്റെ ഒരേ ഒരു അനിയനല്ലേടാ നീ. നേരത്തെ ഒരു ചിരിയോടെ ക്രിസ്റ്റി പറഞ്ഞു നിർത്തിയതും വലിയൊരു കരച്ചിലോടെ ഋഷിനെ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. കയ്യിലുള്ള പാത്രം കിടക്കയിലേക്ക് വെച്ചുകൊണ്ട് എച്ചിലാവാത്ത കൈകൊണ്ട് ക്രിസ്റ്റി അവനെ തന്നിലേക്ക് വാരിപ്പുണർന്നു. ഡെയ്സി ചെല്ലുമ്പോൾ വർക്കി മുഖം തിരിച്ചു നോക്കി. അയാൾക്കുള്ളിൽ എന്തുകൊണ്ടോ വലിയൊരു ആശ്വാസം നിറയുന്നുണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ. എന്തൊക്കെയായാലും ഡെയ്സി തിരികെ വരുമെന്നും അവൾക്ക് തന്നെ ഉപേക്ഷിച്ച് കളയാൻ വയ്യെന്നും ആ കിടപ്പിലെപ്പോഴോ വർക്കി വെറുതെ മോഹിച്ച് കൂട്ടിയിരുന്നു. പക്ഷേ വാതിൽ തുറന്ന് തനിക്ക് മുമ്പിൽ വന്നു നിൽക്കുന്നവളിൽ വലിയൊരു വീഴ്ച കൺമുമ്പിൽ കണ്ടതിന്റെ അടങ്ങാത്ത സംതൃപ്തിയാണെന്നറിഞ്ഞതും വർക്കിയുടെ ഉള്ളിൽ തുള്ളിയ ആവേശം അതേ വേഗതയിൽ തണുത്തുറഞ്ഞു പോയിരുന്നു. ഓടി ഓടി ഒടുവിൽ വീണുവല്ലേ? പ്രതികാരമാളുന്ന ആ സ്വരം. വർക്കി ഞെട്ടിപ്പോയിരുന്നു ഡെയ്സിയുടെ കടുത്ത ശബ്ദം കേട്ടതും. തനിക്ക് മുന്നിൽ ഒരക്ഷരം മിണ്ടാതെ തള്ളി ചതച്ചാലും തന്റെ വിളിപ്പുറത്ത് അനുസരണയോടെ വന്നിരുന്ന ആ പഴയ ഡെയ്സിയുടെ നേരിയൊരു പ്രതിച്ഛായ പോലും ഇല്ലാത്തവളാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് വർക്കിക്ക് മനസ്സിലായി. കർത്താവ് കരുണയുള്ളവനാണിടൂ. അല്ലെങ്കിൽ തനിക്ക് ഈ ഗതി വരുമോ? വീണ്ടും വല്ലാത്തൊരു ചിരിയോടെ ഡെയ്സി ചോദിച്ചു. ഓർക്കി ഒരു അക്ഷരമിണ്ടാതെ അവനെ നോക്കിക്കൊണ്ട് കിടപ്പാണ്. ക്യാൻസർ വന്നിട്ടും കർത്താവ് എനിക്ക് തിരികെ തന്ന എൻ്റെ ഫിലിപ്പച്ചായനെ കരുണയോടെ എനിക്ക് ഏൽപ്പിച്ച എൻ്റെ ജീവിത നീ വീണ്ടും തകർത്തത്. ഡെയ്സിയുടെ കൈകൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വർക്കിയുടെ കവിളിൽ ആഞ്ഞു പതിച്ചു. അടികൊണ്ടയാൾക്ക് മുന്നിൽ വെറും ഇരുട്ട് മാത്രമായിരുന്നു കുറച്ച് സമയം. വലതുവശത്തെ ചുണ്ടുപൊട്ടി ചോര ചുവച്ചു. ഒറ്റയടിക്ക് നിന്നെ എനിക്ക് ഇല്ലാതാക്കാൻ അറിയാഞ്ഞിട്ടല്ല ചെറിയാനെ. തൊട്ടരികിലേക്ക് മുഖം ചേർത്ത് പിടിച്ച് മുരളുന്ന ആ പെൺരൂപത്തെ അപ്പോഴയാൾക്ക് പരിചിതമായിരുന്നില്ല. അത്രമേൽ വീര്യം. ഇതുപോലൊരു ദിവസം അതായിരുന്നു ഞാൻ കൊതിച്ചത്. നിന്റെ ഓരോ അടിയിലും കുളിച്ച് നിന്റെ വാക്കുകൾ നൽകുന്ന വേദനയിലും തളരാതെ മരണം തിരഞ്ഞെടുക്കാതെ പിടിച്ചു നിന്നത് ഇതുപോലെ നിന്നെ എൻ്റെ മുമ്പിൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിട്ട് തന്നെയാ. ക്രൂരത നിറഞ്ഞ ചിരിയോടെ ഡെയ്സി വീണ്ടും വർക്കിയെ നോക്കി. വീണ്ടും അവർ കൈവീശി അടിക്കുമോ എന്നൊരു പേടിയോടെയാണ് വർക്കി കിടന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് ചെയ്തു കൂട്ടിയ ഓരോന്നിനും നീ ഉത്തരം പറയേണ്ടി വരും. എൻ്റെ മകൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. അത് പറയുമ്പോൾ അഭിമാനം കൊണ്ട് ഡെയ്സിയുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. 8 മണിയോടെയാണ് ക്രിസ്റ്റി തിരികെ കുന്നേലെത്തിയത്. ഒരാഴ്ച കൂടിയ കോളേജിൽ ക്ലാസ് അവശേഷിക്കുന്നുള്ളൂ. പിന്നെ എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഈ അവസാന ദിവസങ്ങളിൽ ലീവ് എടുക്കാൻ കഴിയില്ലായിരുന്നു. അടുക്കളയിൽ നിന്നും ചിരിയും സംസാരങ്ങളും കേട്ടതോടെ ക്രിസ്റ്റി മുകളിലേക്ക് കയറാതെ അങ്ങോട്ട് ചെന്നു. വിചാരിച്ചതുപോലെ തന്നെ അവിടെയുണ്ട് അവരെല്ലാം. മറിയാമ്മച്ചിയുടെ പുറകെയാണ് മൂന്ന്. നിറഞ്ഞ ചിരിയോടെ അവരും എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താ ഇവിടെ ഇത്രയും ചിരിക്കാൻ? ചോദ്യത്തോടെയാണ് ക്രിസ്റ്റി അവർക്കുള്ളിലേക്ക് കയറി ചെന്നത്. ആ നീ വന്നോടാ, എങ്ങനെയുണ്ടടാ ചെക്കന്? മറിയാമ്മച്ചിയാണ് ആദ്യം അവനെ കണ്ടതും ചോദ്യത്തോടെ തന്നെ എതിരേറ്റതും. അവൻ ഓക്കെയായി മറിയാമ്മച്ചി. അതും പറഞ്ഞുകൊണ്ട് അവൻ അടുക്കളയിലെ ടേബിളിൽ ഇരുന്നു.
എന്താണ് ഇവിടെ ഇത്രയും കാര്യമായിട്ടൊരു ചർച്ച? അവനെ ഉറ്റുനോക്കിയിരിക്കുന്ന മീരയും ദിലുവിനെയും പാത്തുവിനെയും മാറി മാറി നോക്കിയാണ് ക്രിസ്റ്റി അത് ചോദിച്ചത്. ചേട്ടായി, നമ്മുടെ തോട്ടത്തിന് താഴെ കൂടി ഒരു തോടുണ്ടോ? ദിലുവിന്റെ ചോദ്യം കേട്ട് ക്രിസ്റ്റിയുടെ കണ്ണുകൾ ആദ്യം നീണ്ടത് പാത്തുവിന്റെ നേരെയാണ്. വിചാരിച്ച പോലെ തന്നെ പെട്ടതുപോലൊരു ഭാവത്തിലാണ് പെണ്ണിരിക്കുന്നത്. ക്രിസ്റ്റിക്ക് ചിരി വന്ന് ആ ഇരിപ്പ് കണ്ടതും. പറയിച്ച ഉണ്ടോ? ദിലു പറഞ്ഞില്ലെന്ന്, പക്ഷെ പാത്തു പറയുന്നുണ്ടെന്നും. സത്യത്തിലുണ്ടോ? മീര കൂടി ക്രിസ്റ്റിയെ നോക്കി. ഉണ്ട്. പാത്തുവിനെ നോക്കിയെന്ന് കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. എന്നിട്ട് ഞാനിതുവരെയും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു സ്ഥലം. ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല. ദിലു പരിഭവത്തോടെയാണ് പറയുന്നത്. അതിന് ആ മുറി വിട്ട് നീ എപ്പോഴായിരുന്നടി പറട്ടെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുള്ളൂ? വയറ് കായുമ്പോൾ മാത്രമല്ല വെട്ടി വിഴുങ്ങി പിന്നെയും കയറിപ്പോവും. എന്നിട്ട് അവൾ പറയുക. ക്രിസ്റ്റി ദിലുവിന്റെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ പാത്തു ഇറക്കലല്ലായിരുന്നോ? എന്നിട്ട് അവളെങ്ങനെ ഇച്ചയുടെ തോട്ടത്തിൽ തോട് കണ്ടു? എനിക്കത് അങ്ങോട്ട് കത്താത്തത്. മീര പറഞ്ഞ കേട്ട് ക്രിസ്റ്റി ഒരു കള്ളച്ചിരിയോടെ പാത്തുവിനെയാണ് നോക്കിയത്. അവൾ അവന്റെ നോട്ടത്തിലും ചിരിയിലും മയങ്ങി വീണിരുന്നു. പറയിച്ച പാത്തു പറഞ്ഞല്ലോ അവിടെ അടിപൊളി വൈബാണെന്ന്. അവളെങ്ങനെയാ കണ്ടത്? മീര വീണ്ടും ചോദിച്ചു. എനിക്കറിയില്ലടി, നീ അവളോട് തന്നെ ചോദിക്ക്. അതേ ചിരിയോടെ തന്നെ ക്രിസ്റ്റി പറഞ്ഞു. പത്തായത്തിന് നെല്ലുണ്ടെങ്കിലേ എലി അങ്ങ് ഉഗാണ്ടേന്ന് വരുന്നുള്ള പഴഞ്ചൊല്ലി നിങ്ങളാരും കേട്ടിട്ടില്ലയോടി മക്കളെ? ക്രിസ്റ്റിയെ നോക്കിയിട്ട് ഒരു ചിരിയോടെയാണ് മറിയാമ്മച്ചി ചോദിച്ചത്. എനിക്കിന്ന് കോളേജിൽ പോകണം. തൽക്കാലം നിങ്ങളിവിടെ ഇരുന്ന് ഉത്തരം കണ്ടുപിടിക്കട്ടാ, ഞാൻ പോണു. അവർക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ധൃതിയോടെ ക്രിസ്റ്റി എഴുന്നേറ്റു. ചേട്ടായി പ്ലീസ്, ഞങ്ങൾ കൂടി കൊണ്ടുപോകും അങ്ങോട്ട്. ദിലു അവന്റെ കയ്യിൽ തൂങ്ങി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് കോളേജിൽ പോണ പെണ്ണ്? ക്രിസ്റ്റി കണ്ണുരുട്ടി. ആ അത് കഴിഞ്ഞിട്ട് മതി. മീര കൂടി ഏറ്റുപിടിച്ചു. ക്രിസ്റ്റി വീണ്ടും പാത്തുവിനെ നോക്കി. അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവള്. വൈകുന്നേരം കൊണ്ടുപോകാം പോരെ? മനോഹരമായൊരു ചിരിയോടെ ക്രിസ്റ്റി ഏറ്റതും മീരയും ദിലും ഒരുമിച്ച് അവനെ കെട്ടിപ്പിടിച്ചു. ഇപ്പൊ വീണേനെ. പെട്ടെന്നുള്ള അവരുടെ പിടിയിൽ നിലതെറ്റി വീഴാൻ പിന്നിലേക്കാഞ്ഞ ക്രിസ്റ്റി രണ്ടുപേരെയും ഒരുപോലെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്. രണ്ടിനൊന്നും സ്കൂളില്ലേ? അവൻ ചോദിച്ചതും മീരയും ദിലും ഒരുപോലെ മൂളി. എങ്കിലും എണീറ്റോ, എന്നിട്ട് അതിനുള്ള പരിപാടി തുടങ്ങിക്കോ. അതെ, എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ, കഴിക്കാനെടുത്ത് നോക്ക്, ഞാനിപ്പോ വരാം. മറിയാമ്മച്ചിയെ നോക്കി ക്രിസ്റ്റി പറഞ്ഞു. ഞാനെന്താടാ നിന്റെ വേലക്കാരിയോ? ദേ നിൽക്കുന്നു നിന്റെ കെട്ടിയോള്, അങ്ങോട്ട് പറ കഴിക്കാനും കുടിക്കാനും വേണ്ടൊക്കെ. ഇനി അതൊക്കെ അവള് ചെയ്യും. മറിയാമ്മച്ചി കണ്ണുരുട്ടിക്കൊണ്ടാണ് പറയുന്നത്. അതേ, എനിക്ക് എൻ്റെ വയറും മനസ്സും ഒരുപോലെ നിറയണം. അതിൻ്റെ ശരിയായ കണക്കറിയാവുന്നതേ ഈ കൈകൾക്കാണ്. മീരയും ദിലുവിനെയും തന്നിൽ നിന്നും മാറ്റി മറിയാമ്മച്ചിയുടെ കൈ പിടിച്ചെടുത്ത് ആ ഉള്ളം കൈയിൽ അമർത്തി ഉമ്മവിച്ചുകൊണ്ടാണ് ക്രിസ്റ്റി പറഞ്ഞത്. മറിയാമ്മച്ചിയുടെ കണ്ണുകൾ പാത്തുവിന്റെ നേരെയാണ് തെന്നി നീങ്ങിയത്. അവളാവട്ടെ നിറഞ്ഞ ചിരിയോടെ ആ കാഴ്ച നോക്കി നിൽപ്പുണ്ട്. എന്ന് വേണ ടൈപ്പല്ലാഹേ. അവരുടെ നോട്ടം കണ്ടത് ഒരു കുസൃതി ചിരിയോടെ ക്രിസ്റ്റി അവർക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ ആ കാതോട് ചേർന്ന് പറഞ്ഞു. പോയി കുളിച്ചു വാടാ വൃത്തിയിട്ടവനെ. ഉള്ളിലഞ്ഞ സന്തോഷം പുറമേ കാണിക്കാതെ അവരപ്പോഴും അവനെ നോക്കി കണ്ണുരുട്ടി. ദേ പോയി. അതും പറഞ്ഞുകൊണ്ട് അവൻ അവരെ വിട്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പോകുന്ന വഴി കൂടെ വരാൻ പാത്തുവിനോട് കണ്ണു കാണിക്കാനും മറന്നില്ല. മീരയുടെയും ദിലുവിന്റെയും പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക എന്നത് പാത്തുവിന് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. ഒടുവിൽ മറിയാമ്മച്ചി ഒച്ചയിട്ടപ്പോഴാണ് മൂന്ന് വഴിക്ക് പിരിഞ്ഞത്. പാത്തു ചെല്ലുമ്പോൾ ക്രിസ്റ്റി കുളിക്കാൻ കയറിയിരുന്നു. കിടക്കയിൽ അവനിടാനുള്ള ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. വാതിലടച്ചുകൊണ്ട് പാത്തു കിടക്കയിൽ പോയിരുന്നു. അവൻ ധരിക്കാനായി മാറ്റിവെച്ച ഡ്രസ്സ് വാരിയെടുത്തുകൊണ്ട് അവന്റെ ഗന്ധം ആസ്വദിക്കാൻ ശ്രമിക്കുന്ന അതേ നിമിഷം തന്നെയാണ് ക്രിസ്റ്റി വാതിൽ തുറന്നിറങ്ങി വന്നതും അവളുടെ പ്രവൃത്തി കണ്ടതുപോലെ അവന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി ബാക്കിയുണ്ടായിരുന്നു. പാത്തു ചമ്മിയതുപോലെ മുഖം തിരിച്ചു. ഞാനിവിടെ വടി പോലെ നിൽപ്പില്ലടി. ആ ഡ്രസ്സിന് വെറുതെ കൊടുത്ത് വേസ്റ്റ് ആക്കാതെ നിന്റെ ആ സ്വീറ്റ് വാല്യുബിൾ കിസ് നേരെ എനിക്ക് തന്നൂടെ? കയ്യിലുള്ള തോർത്തുകൊണ്ട് നനഞ്ഞ മുടിയിഴകൾ ഒന്നുകൂടെ തോർത്തിക്കൊണ്ടാണ് ക്രിസ്റ്റി പറയുന്നത്. തീ വൃത്തിയോട് പറയുതിച്ച ഞാൻ ഉമ്മയിച്ചൊന്നുമില്ല. പാത്തു കുറുമ്പോടെ പറഞ്ഞു. അവൻ അപ്പോഴും കുസൃതി തന്നെയാണ്. ആ ഡ്രസ്സിങ് ഇതാ. അവളുടെ മടിയിലെടുത്ത് വെച്ച ഡ്രസ്സ് ചൂണ്ടി ക്രിസ്റ്റി കൈ നീട്ടി. ആ കൈകളിൽ അത് വെച്ചു കൊടുക്കുമ്പോഴും പാത്തു അവനെ നോക്കുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞു, ഇനി പേടിക്കണ്ട, എന്നെ നോക്ക്. വീണ്ടും ക്രിസ്റ്റിയുടെ സ്വരം കേട്ടപ്പോഴാണ് പാത്തു അവനെ നോക്കിയത്. കറുത്ത ഫുൾ സ്ലീവ് ബനിയനും ഗ്രേ കളർ പാൻറ്റും. പാത്തു അവനെ കണ്ണിമ വെട്ടാതെ നോക്കി. ക്രിസ്റ്റി അവളെ നോക്കി പുരികം പൊക്കി കാണിച്ചു. വിലങ്ങനെ തലയാട്ടുമ്പോൾ അവൾക്കും ഉണ്ടായിരുന്ന ഒരു കള്ളത്തരം. അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ചിരി കടിച്ചു പിടിച്ച് തലകുലുക്കിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. എന്ത് മനസ്സിലായി? അവളുടെ മുഖം കൂർത്തു. നിനക്ക് ഇത്രയും സെൽഫ് കൺട്രോൾ ഇല്ലടി പാത്തു. അതേ ഭാഗത്തിൽ ക്രിസ്റ്റി പറഞ്ഞു.
കിടക്കയിൽ നിന്ന് ചാടി ഇറങ്ങി വന്നവൾ തുടരെ അവനെ നെഞ്ചിലിടിച്ചുകൊണ്ട് കണ്ണുരുട്ടി. ഹോ, വേദനിക്കുന്നടി. ക്രിസ്റ്റി അവളുടെ കൈ രണ്ടും പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. പോ, ഞാൻ മിണ്ടൂല. പാത്തു ചുണ്ട് ചുളുക്കിക്കൊണ്ട് തിരിഞ്ഞു പോകും മുന്നേ ക്രിസ്റ്റി അവളെ വലിച്ചടുപ്പിച്ച് നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. മിണ്ടൂലേ? അവ ചോദിച്ചുകൊണ്ട് അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഇല്ല. അവനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന്റെ വിറയിൽ പാത്തുവിന്റെ സ്വരത്തിലും പ്രകടമായിരുന്നു. ശരിക്കും മിണ്ടൂലേ? ക്രിസ്റ്റി പതിയെ അവളുടെ കാതിലും വെച്ചുകൊണ്ട് ചോദിച്ചു. പാത്തു പിടഞ്ഞുകൊണ്ട് മൂളി. ഈ മൂളൽ എനിക്കത്ര വിശ്വാസമില്ലല്ലോ പാത്തു. വീണ്ടും അവന്റെ ചുണ്ടുകൾ കുസൃതിയോട് അവളിൽ പതിയുന്നുണ്ടായിരുന്നു. ഒടുവിൽ കീഴടങ്ങിക്കൊണ്ട് പാത്തു അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു പിടിക്കും വരെയും അവനത് തുടർന്നു. ഹൃദയതാളം കാതോർത്തുകൊണ്ട് ഒരക്ഷരം പോലും മിണ്ടാതെ അവരാ നിൽപ്പേറെ നേരം തുടർന്നു. അതെ, എനിക്ക് പോവാൻ ടൈമായി പാത്തു. ഒടുവിൽ വാച്ചിലേക്ക് നോക്കി ക്രിസ്റ്റി ഓർമ്മിപ്പിച്ചപ്പോൾ പാത്തു മനസ്സില്ലാ മനസ്സോടെ അവനിൽ നിന്ന് അകന്നു മാറി. ഇനി എപ്പോഴാ വരിക? അവനെ പിരിയാനുള്ള സങ്കടമായിരുന്നു അവളുടെ വാക്കിലും നോക്കിലും. ഉച്ചക്ക് വരാം. ക്രിസ്റ്റി അവളുടെ മൂക്കിൽ പിടിച്ചുലച്ചുകൊണ്ട് ചിരിച്ചു. എനിക്കറിയാൻ പാത്തു, നിനക്കിവിടെ ബോറടിക്കുന്നു. പോവാതെ കഴിയില്ലടി. ഇത്രയും നാളും ഞാൻ കാത്തിരുന്ന ദിവസങ്ങളാണ്, ഒരുപാട് പ്രതീക്ഷകളോട്. ഇനി അത് കൈവിട്ട് കളയുന്നത് എങ്ങനെയാ? ക്രിസ്റ്റി പാത്തുവിനെ നോക്കി. സാരമില്ല, എനിക്കൊരു ബോറടിയില്ല. ഇച്ച ധൈര്യമായിട്ട് പോയിക്കോ. ഞാനിവിടെ നമ്മുടെ മറിയമ്മച്ചിയുടെ കൂടെ കൂടും. പിന്നെ എന്ത് ബോറടി? പുള്ളിക്കാരി പൊളിയല്ലേ? അവന്റെ മുഖം മങ്ങിയതും പാത്തു വേഗം പറഞ്ഞു. ബോറടി മാറ്റുന്നൊക്കെ കൊള്ളാം. വല്ലതും പറയുമ്പോൾ സൂക്ഷിച്ചും കൊണ്ടും പറയാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നീ ഉത്തരം കിട്ടാതെ വലയും. ഷെൽഫിന് മുന്നിൽ പോയി നിന്ന് മുടി ചീകി ഒതുക്കുന്നതിനിടെ ക്രിസ്റ്റി ഓർമ്മിപ്പിച്ചു. അതൊരു അബദ്ധം പറ്റിയതായിച്ചാ. രണ്ടും കൂടി എന്നെ എടുത്തിട്ട് കുടഞ്ഞു. അവന് മുന്നിലേക്ക് വന്നു നിന്നിട്ട് പാത്തു ചിരിയോടെ പറഞ്ഞു. വൈകുന്നേരം നമ്മൾ പോയിച്ചാ? അവന് നേരെ നോക്കി പാത്തു കൊഞ്ചലോടെ ചോദിച്ചു. പോണോ? ID കാർഡ് എടുത്തുകൊണ്ട് അവൻ അവളെ നോക്കി. പോയാലോ? അവനെ നോക്കിയെന്ന് കണ്ണു ചിമ്മി അവൾ ID വാങ്ങി അവന്റെ കഴുത്തിലിട്ട് കൊടുത്തു. എന്നാ പോയി കളയാം, എന്റെ പാത്തു പറഞ്ഞല്ലേ. വീണ്ടും അവൻ അവളിൽ ചുണ്ട് ചേർത്തുകൊണ്ട് പ്രണയത്തോടെ പറഞ്ഞു. ഇനി എപ്പോഴാവും മാൻ്റെ കുട്ടി മനെ കാണാൻ വരുന്നേ? എന്നത്തെയും പോലെ ലില്ലി യാത്ര പറയാൻ തുടങ്ങിയതും ആസിയുമ്മയുടെ ശബ്ദമിണറി. ഉമാന്ന് വിളിച്ചുകൊണ്ട് ഷാനവാസ് അവിടെ അരികിൽ തന്നെ ഉണ്ടാവുമെങ്കിലും ലില്ലി വന്നതോടെയാണ് അവരുടെ ചിരികൾക്ക് ഇത്ര ഭംഗിയുണ്ടായതെന്ന് കാണുന്നവർക്ക് തോന്നും. നാളെ വരുമോ? ലില്ലിയുടെ മറുപടി ഒന്നും കേൾക്കാഞ്ഞിട്ടാണ് അവർ വീണ്ടും ചോദിച്ചത്. വരും. നേരത്തെ ഒരു ചിരിയോടെ ലില്ലി അവരുടെ മെല്ലിച്ച കൈ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഉറപ്പ് കൊടുത്തു. അവരാവശ്യപ്പെട്ടിട്ടില്ല എങ്കിലും തനിക്ക് വരാതിരിക്കാൻ കഴിയില്ലെന്ന് ലില്ലിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോരുന്നൊരു ബാധ എൻ്റെ ശരീരത്തിലേറിയിരിക്കുന്നു എന്നവൾക്ക് പറയണമെന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ എന്തിനായി ഇപ്പൊ പോണേ? എൻ്റെ ഷാനുവിൻ്റെ കൈ പിടിച്ചിട്ട് ഓൻ്റെ പെണ്ണായിട്ട് ഇവിടെ അങ്ങ് കൂടാനുള്ളതിന്. ആസിയമ്മയുടെ പരിഭവം കേട്ടുകൊണ്ടാണ് ഷാനവാസ് അങ്ങോട്ട് വന്ന്. ലില്ലി അയാളെ നോക്കാതെ വേഗം തിരിഞ്ഞു നിന്നു. പോവാനായിടോ? കയ്യിലെ വാസിലേക്ക് നോക്കിയിട്ട് അയാൾ ലില്ലിയെ നോക്കി. ചെറിയൊരു ചിരിയോടെ അവൾ മൂളി. എങ്കിൽ വാ, ഞാൻ കൊണ്ടുവിടാം. നല്ല മഴയുണ്ട് പുറത്ത്. ഇനി ഓട്ടോയും ബസ്സൊക്കെ പിടിച്ച് താൻ എപ്പോൾ വീട്ടിലെത്താനാ? ഷാനവാസ് പറഞ്ഞു. ലില്ലി തലയാട്ടിക്കൊണ്ട് മേശയുള്ള അവരുടെ ബാഗ് തോളിൽ തൂക്കി. പോയിട്ട് വരാട്ടോ. ഒരിക്കൽ കൂടി ആസിമയോട് യാത്ര പറഞ്ഞു. പോയിട്ട് നാളെ വരാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കരുത്. ലില്ലിയുടെ കവളിൽ തൊട്ടുകൊണ്ട് ആസിമ വീണ്ടും ആവശ്യപ്പെട്ടത് അത് മാത്രമായിരുന്നു. അപ്പോഴും അവൾ പതിവ് ചിരിയോടെ തലയാട്ടി. ഉമ്മ, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ഷാനവാസിന് പുറകെ ആസിമയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ലില്ലിയും നടന്നു. അയാൾ പറഞ്ഞ പോലെ പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. സമയം 4 മണി ആയുള്ളൂവെങ്കിലും എങ്ങും ഇരുട്ട് പടർന്ന പോലൊരു അന്തരീക്ഷം. പോർച്ചിൽ നിന്നും കാർ എടുത്തുകൊണ്ട് മഴ കൊള്ളാതെ അവൾക്ക് കയറാൻ പാകത്തിന് ലില്ലിയുടെ അരികിലേക്ക് നിർത്തിക്കൊടുത്തു. ബാഗ് അടക്കി പിടിച്ചുകൊണ്ട് പിന്നിലെ ഡോർ തുറക്കാൻ ലില്ലി ശ്രമിക്കും മുന്നേ ഷാനവാസ് കൈയെത്തിച്ച് മുന്നിലെ ഡോർ അവൾക്ക് മുന്നിൽ തുറന്നു കൊടുത്തു. അയാൾക്കൊപ്പം മുന്നിലേക്ക് കയറാനൊരു വിമിഷ്ടമുണ്ടായിരുന്നുവെങ്കിലും അയാളുടെ സ്നേഹം നിറഞ്ഞ പരിഗണനയെ അവഹേളിക്കാൻ ലില്ലിക്ക് കഴിയുമായിരുന്നില്ല. ഷാനവാസ് അവളെ നോക്കുന്നില്ല. തീരുമാനം അവൾക്കെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്ന പോലെ ഫോണിലേക്ക് നോക്കിയിരിപ്പാണ്. അധിക നേരം പുറത്തു നിൽക്കാൻ ലില്ലി പതിയെ അകത്തേക്ക് കയറിയിരുന്നു. സീറ്റ് ബെൽറ്റ്. ഡോർ അടച്ചിട്ടും പിന്നെന്താ വണ്ടി എടുക്കാതിരുന്ന ഷാനവാസിനെ സംശയത്തോടെ തലയിരിച്ച് നോക്കിയപ്പോൾ അവൾ മുന്നിലേക്ക് കയറിയിരുന്നതിൻ്റെ എല്ലാ സന്തോഷവും മുഖത്തുദിച്ച് നിൽക്കുന്നൊരു ചിരിയോടെ അയാൾ പറഞ്ഞു. ലില്ലി വെപ്രാളത്തോടെ സീറ്റ് ബെൽറ്റ് പിടിച്ചിടാൻ ശ്രമിച്ചു. ഷാനവാസ് നോക്കുന്നുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾക്കുള്ളിലെ പരവേശം കയ്യിലും വിറയിലായി പടർന്നു കയറിയിരുന്നു. ഞാൻ ശരിയായി തരാം. അവളുടെ ബേജാറ് കണ്ടതും കുഞ്ഞൊരു ചിരിയോടെ ഷാനവാസ് പറഞ്ഞു.
ലില്ലി പെട്ടെന്ന് അതിന്റെ ഹുക്കിൽ നിന്ന് കൈയെടുത്ത് മാറ്റി. ഒറ്റ നിമിഷം കൊണ്ട് അയാൾ അത് ശരിയായി കണക്ട് ചെയ്ത് കൊടുത്തു. പോലെ അതേ ചിരിയോടെ തന്നെ വീണ്ടും ലില്ലിയെ നോക്കി. ആ നോട്ടം നേരിടാൻ വയ്യെന്ന പോലെ ലില്ലി മുഖം കുനിച്ചുകൊണ്ടാണ് മൂളിയത്. മഴ തിമിർത്ത് പെയ്യുന്നുണ്ട്. വളരെ പതിയാണ് ഷാനവാസ് വണ്ടി ഓടിക്കുന്നത്. അത് മഴ കാരണമാണോ അതോ ലില്ലിയുടെ കൂടെയുള്ള നിമിഷങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയായിരുന്നോ എന്ന് തീർച്ചയില്ല. പക്ഷേ പതിയെ പ്രണയഗാനം മൂളുന്ന ആ കാറിനുള്ളിലെ ഓരോ നിമിഷവും അയാൾ അനുഭവിക്കുന്ന സന്തോഷം ഒരു ചിരിയായി അവളിലുണ്ടായിരുന്നു. ഈ കേസിന്റെ വിധി പറയുന്നതിന് 10-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. മരവിച്ച പോലെ ഇരിക്കുന്ന ഷാഹിദ് മുഖമുയർത്തി നോക്കിയത് കൂടിയില്ല. വിധി എന്താവുമെന്ന് അവനേറെക്കുറെ ഉറപ്പിച്ച പോലെയാണ്. യാതൊരു പഴുതുമില്ലാതെ ക്രിസ്റ്റി സ്വയം അന്വേഷിച്ച് കണ്ടെത്തിയ തെളിവുകളെ ഭേദിക്കാൻ പാകത്തിനൊരു രക്ഷാമാർഗവും ഷാഹിദിന് മുന്നിൽ ഇല്ലായിരുന്നു. തെളിവുകളും സാക്ഷികളുമെല്ലാം അവനെ ഒന്ന് അനങ്ങാൻ കൂടി കഴിയാത്ത വിധം പിടിച്ചു ഞെരിച്ചു. ചിലപ്പോഴൊക്കെ പണം കൊണ്ട് മാത്രം നീതി നിയമവും കൂടെ ഉണ്ടാവില്ലെന്ന് സാധാരണക്കാർക്കൊരു ധൈര്യമാവാനെങ്കിലും ഷാഹിദ് എന്ന കോടീശ്വരന്റെ പതനം ഉപകരിച്ചു. കോടികൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചാലും സത്യം ഒരിക്കൽ മറനീക്കി പുറത്തു വരുമെന്ന് ചിലർക്കെങ്കിലും വിശ്വാസമാവാൻ ഉപകാരപ്പെടുമായിരുന്നു. ഉമ്മയെങ്കിലും തന്നെ കാണാൻ വരുമെന്നും അങ്ങനെ രക്ഷപ്പെട്ട് പുറത്തിയാടാനൊരു മാർഗമുദിക്കുമെന്നും ഷാഹിദ് അവസാന നിമിഷം വരെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഒറ്റ ദിവസം ഒന്ന് പുറത്തിറങ്ങി കിട്ടിയാൽ മതി, പിന്നെ എന്ത് വേണമെന്ന് തനിക്കറിയാം. പക്ഷേ സുലൈഖ അവന്റെ ഉമ്മ മാത്രമായിരുന്നില്ലെന്നും അവനെ കൂടാതെ അവർക്ക് 2 പെൺമക്കൾ കൂടി ഉണ്ടായിരുന്നുവെന്നും അവർ തെളിയിച്ചു. ഇങ്ങനെ ഒരു മകനിന് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്നേക്കുമായി അവനെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രതിഷേധം അറിയിച്ചു. അതിനേക്കാളൊക്കെ പുറമെ അവർ ആത്മാഭിമാനമുള്ളൊരു സ്ത്രീ കൂടിയായിരുന്നെന്നും അവൻ ഓർക്കാതെ പോയി. അർക്കിൽ നിന്ന് ഹമീദും നിയാസും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണെന്നും അനധികൃതമായി നടത്തിയ അവിടെ എന്തൊക്കെയോ സ്ഥാപനങ്ങളുടെ ഇടപാടുകളും പോലീസ് ഇടപെട്ട് പൂട്ടിച്ചു എന്നൊക്കെ ഷാഹിദ് അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വഴിയിൽ കൂടിയൊരു സഹായം അതവന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും താൻ അവരെ ചതിക്കാനാണ് ശ്രമിച്ചതെന്നറിയേ അവരെ എങ്ങനെ തന്നെ രക്ഷപ്പെടുത്തി എടുക്കാനാണ്. തനിക്കൊപ്പം ചേർന്ന വർക്കിയെയും ഋഷിനെയും കൂടി ഇന്ന് കോടതി വിസ്തരിച്ചോടെ തെളിവുകൾ കൂടുതൽ ശക്തമായി. വർഗീസ് ചെറിയാൻ വല്ലാതൊന്നും വിട്ടുപറയാതെ പിടിച്ചിരുന്നുവെങ്കിലും മകൻ അന്നുവരെയും കണ്ടിട്ടില്ലാത്തത്രയും വീറും വീര്യവും ഉണ്ടായിരുന്നു. അവൻ കുടുങ്ങിയാലും ഷാഹിദ് രക്ഷപ്പെട്ടു പോകരുതെന്നൊരു വാശിയുള്ളത് പോലെ. സ്വന്തം അപ്പനാണെന്ന് കൂടി ഓർക്കാതെയാണ് അവൻ വർഗീസ് ചെറിയാനെ അതിഭയങ്കരമായി വിമർശിച്ചെന്നുകൂടി ഷാഹിദ് ഓർത്തു. 10-ാം തീയതി എന്ന് പറയുമ്പോൾ ഇനിയും 5 ദിവസങ്ങൾ കൂടിയുണ്ട്. അത്രയും ദിവസം ആ പോലീസുകാർക്കിടയിൽ ഞങ്ങൾക്കുണ്ടാ പുന്നാറ മോനെ പെൺകുട്ടിയോട് ചെകിടടക്കി കിട്ടിയ ഓരോ അടിക്ക് മുന്നേയും പല്ല് കടിച്ചുകൊണ്ട് അവർ പറയാറുള്ള വാക്കുകൾ. പുറമേ പരിക്കുകളൊന്നും ഇല്ലെങ്കിലും തനിക്കുള്ളം വല്ലാതെ മുറിഞ്ഞു പോയെന്ന് ഷാഹിദ് ഓർത്തു. ഇനിയും 5 ദിവസം താൻ അവർക്കിടയിൽ. ആ ഓർമ്മയിൽ പോലും ഷാഹിദിന് വേദനിക്കുന്നുണ്ടായിരുന്നു. യാതൊരു കരുണയുമില്ലാതെ പിന്നിൽ നിന്ന് ആരോ പിടിച്ചെളിയപ്പോഴാണ് അവൻ ഞെട്ടിപ്പോയത്. പുറത്ത് തടിച്ചുകൂടിയ വലിയ ആൾക്കൂട്ടം അവന് കൊണ്ടുവരുന്ന കണ്ടതും കൂവി വിളിക്കാൻ തുടങ്ങി. തുടരെ മുഖത്തേക്ക് മിന്നിയ ഫ്ലാഷ് ലൈറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഷാഹിദ് വിലങ്ങിട്ട കൈകൊണ്ട് മുഖം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.